ആദ്യമായി എല്ലാവർക്കും വിജയദശമി ആശംസകൾ. ഇപ്പോൾ പഠിക്കുന്നവർക്കും അതേപോലെ തന്നെ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും എല്ലാം ഒരു നല്ല തുടക്കമാകട്ടെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാക്സ് എങ്ങനെയാണ് ഇൻക്ലൂസീവായിട്ട് കാണിക്കുക എന്നുള്ളത്. നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വാണ്ടിറ്റി അടിക്കും, റേറ്റ് അടിക്കും, എന്നിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ടാക്സ് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ നമുക്ക് ചില സമയത്ത് ചില ബില്ലിലാണെങ്കിൽ ടാക്സ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പർട്ടിക്കുലർ എമൗണ്ടിലെ ടാക്സും കൂടി ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇൻക്ലൂസീവ് ഓഫ് ടാക്സിനെ കുറിച്ചിട്ടാണ്. ഒരു എമൗണ്ടിൽ ടാക്സും കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ബില്ല് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പം നമ്മൾ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് വൗച്ചർ പ്രസ് ചെയ്യാം. അപ്പോൾ വി പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വൗച്ചറിലേക്കാണ് പോവുക. അപ്പോൾ നമുക്ക് സെയിൽസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ സെയിൽസ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സെയിൽസ് ബട്ടൺ ആക്റ്റീവായിട്ട് കാണും. നമ്മളിവിടെ പാർട്ടീസ് അക്കൗണ്ട് നെയിം, അപ്പോൾ നമ്മൾ ക്യാഷിനാണ് വിൽക്കണമെങ്കിൽ ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇത് നമുക്ക് എൻ്റർ അടിച്ചിട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാഷിനാണ് വിൽക്കുന്നത്. പക്ഷേ നമുക്ക് പാർട്ടിയുടെ പേര് വേണമെങ്കിൽ ബില്ലിൽ നോട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ പേര് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് രമേഷിനാണ് വിൽക്കണമെങ്കിൽ രമേഷ് കൊടുക്കാം. നമുക്കിവിടെ രമേഷിൻ്റെ അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ അവിടെ നമ്മൾ ക്യാഷിനാണ് വിൽക്കുന്നത്. അപ്പോൾ പാർട്ടിയുടെ പേര് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിലാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് രജിസ്റ്റർ, ഇവിടെ നമുക്ക് GST രജിസ്ട്രേഷൻ ടൈപ്പിൽ ഏതാണ്, റെഗുലർ ആണോ കൺസ്യൂമർ ആണോ ഏതിലേക്കാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ റെഗുലർ എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ സെയിൽസ് ലെഡ്ജർ, നമുക്ക് സെയിൽസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഒന്ന് കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ അണ്ടർ സെയിൽസ് അക്കൗണ്ട് കൊടുത്തു. GST അപ്ലിക്കബിൾ എന്നുള്ളടത്ത് അപ്ലിക്കബിളിലേക്ക് കൊടുത്തു. ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളടത്ത് ഗുഡ്സിലേക്ക് കൊടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് സെയിൽസ് ടാക്സബിളിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ സാധാരണ ഒരു സെയിൽസ് ആണെങ്കിൽ ഇവിടെ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് ആണ് വരിക. കാരണം നമ്മൾ ക്വാണ്ടിറ്റി അടിക്കും, റേറ്റ് അടിക്കും, ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കാണാറുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് അങ്ങനെയല്ല. ഒരു പർട്ടിക്കുലർ എമൗണ്ടിലെ ടാക്സും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിനെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കോൺഫിഗറേഷൻ നമ്മൾ ആക്റ്റീവ് ചെയ്യണം. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 അടിക്കുക. അപ്പോൾ F12 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും, പ്രൊവൈഡ് റേറ്റ് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ഫോർ സ്റ്റോക്ക് ഐറ്റം. ഈ ഓപ്ഷൻ S കൊടുക്കണം. എന്നാലാണ് നമുക്ക് ടാക്സ് ഇൻക്ലൂസീവ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് S കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വിൻഡോ നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഐറ്റം കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. റെഡ്മി നോട്ട് 5 എന്നുള്ള ഐറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സിലാവും. മുമ്പ് ക്വാണ്ടിറ്റി റേറ്റ് എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല വരിക. ക്വാണ്ടിറ്റി ഉണ്ട്, റേറ്റ് ഉണ്ട്, ഇവിടെ ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് കാണിച്ചിട്ടുണ്ട്, റേറ്റ് പെർ ഉണ്ട്, എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടാക്സും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ 1 കൊടുത്തു. ഇപ്പോൾ ഞാൻ ടോട്ടലായിട്ട് എമൗണ്ട് കൊടുക്കാൻ പോകുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു 30,000 കൊടുത്തു, 30,000 കൊടുത്തു. അപ്പോൾ 30,000 പറഞ്ഞാൽ എന്താണ്, ടാക്സും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ കാണിക്കും. റേറ്റ് പറഞ്ഞത് എത്രയാണ് വന്നിരിക്കുന്നത്, 25,423 രൂപ 73 പൈസയാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളത് എന്താണ്, ടാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കാണിക്കും. ഇനി നമ്മളിത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ടാക്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നും കൂടി എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് CGSTയും SGSTയും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. CGST സെലക്ട് ചെയ്തിട്ടെടുത്തു. അതേപോലെ തന്നെ നമുക്ക് SGST നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ SGST സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ 25,423 രൂപ 73 പൈസയാണ് എമൗണ്ട് വന്നിരിക്കുന്നത്. പ്ലസ് എന്താണ്, ടാക്സും കൂടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബില്ലിൽ നമുക്ക് ഈ ഫ്രാക്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൗണ്ട് ഓഫ് എന്നുള്ള ഒരു ലെഡ്ജറും കൂടി ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ എമൗണ്ട് അഡ്ജസ്റ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റൗണ്ട് ഓഫ് എന്നുള്ള ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ടൈപ്പ് ഓഫ് ലെഡ്ജർ എന്നുള്ളിടത്ത് ഇൻവോയ്സ് റൗണ്ടിങ്ങിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ റൗണ്ടിങ് മെത്തേഡ് എന്നുള്ളിടത്ത് നോർമൽ റൗണ്ടിങ് ലിമിറ്റ് എന്നുള്ളിടത്ത് 1ലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മളിത് ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ അഡ്ജസ്റ്റബിൾ എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഇപ്പോൾ റൗണ്ട് ചെയ്തിട്ട് 30,000 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുക.
ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിൻ്റാണ് കാണണമെങ്കിൽ ഇവിടെ മുകളിൽ പ്രിൻ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, അതിൽ കലണ്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഇവിടെ പ്രിവ്യൂ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഐറ്റത്തിൻ്റെ എമൗണ്ട് വന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, ഇവിടെ ടോട്ടൽ എമൗണ്ട് 30,000. ഇതിൽ ടാക്സും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ അസബിൾ വാല്യൂം കാണിക്കും, അതേപോലെ തന്നെ ടാക്സും ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ടാക്സ് വാല്യൂ നമ്മൾ ചെയ്യുക. നമുക്ക് ഈ ബില്ല് നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇത് നമ്മൾ സേവ് ചെയ്തു. അത് നമ്മൾ സേവ് ചെയ്തു. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് F12 പോയിട്ട് ഒരു കോൺഫിഗറേഷൻ ആക്റ്റീവ് ചെയ്ത് കൊടുക്കണം. ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ഉള്ള ഓപ്ഷൻ ആക്റ്റീവ് ചെയ്ത് കൊടുക്കണം. അത് ആക്റ്റീവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് ഈ ടാക്സ് ഇൻക്ലൂസീവ് ആയിട്ട് വരുള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ടാലിയിലെ ഗ്രൂപ്പുകളെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ ഷോപ്പ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് വിവിധ തരം ഷോപ്പുകളിൽ എങ്ങനെയാണ് ടാലിയിൽ വർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.